Hello, my dear students. Welcome back to Isaac's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് പ്രൊജക്ടൈൽ മോഷൻ. വൺ ഡയമെൻഷണൽ മോഷൻ കഴിഞ്ഞ് നമ്മൾ മോഷനെ സ്ട്രെയിറ്റ് ലൈൻ കഴിഞ്ഞ് മോഷനെ പ്ലെയിനിലേക്ക് കടന്നു കഴിഞ്ഞു. മോഷന് പ്ലെയിൻ മീൻസ് ടു ഡയമെൻഷണൽ മോഷൻ ആണ്. അപ്പോൾ പ്രൊജക്ടൈൽ ഈസ് എ ടു ഡയമെൻഷണൽ മോഷൻ. ഒരേ സമയം എക്സ് ആക്സിലും വൈ ആക്സിലും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ട്രാജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ. ദിസ് എ പാത്ത്. അപ്പോൾ എന്താണ് പ്രൊജക്ടൈൽ നമുക്ക് നോക്കാം. പ്രൊജക്ടൈൽ മോഷൻ. A body is thrown, that is projected into air with an initial velocity, and then it is moving under the influence of gravity alone is called a projectile. The path, that is trajectory of the projectile, is a parabola. അപ്പോൾ അതിൽ വാക്ക് ഓർമ്മ ട്രാജക്ടറി, നത്തിങ് ബട്ട് പാത്ത്. അപ്പോൾ ഒരു ട്രാജക്ടറി, ഒരു പ്രൊജക്ടൈലിലെ ട്രാജക്ടറി എന്ന് പറയുന്നത് പാരബോളയാണ്. കാരണം നമ്മൾ പെർട്ടിക്കുലർ വെലോസിറ്റി അതിന് കൊടുക്കുമ്പോൾ ആ വെലോസിറ്റിക്ക് അനുസരിച്ച് ഹൊറിസോണ്ടൽ മൂവ് ചെയ്യുമ്പോൾ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് വെർട്ടിക്കൽ മോഷൻ അത് ഉണ്ടാവും. അപ്പോൾ ഹൊറിസോണ്ടലും വെർട്ടിക്കലും മൂവ് ചെയ്യുമ്പോൾ ഒരു ടു ഡയമെൻഷണൽ മോഷനാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പാരബോളിക് ഷേപ്പ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മറൈസേഷൻ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു പ്ലെയിൻ മൂവ് ചെയ്യുന്നുണ്ട്, പ്ലെയിൻ ഒരു ബോക്സ് ഫോളോ ചെയ്യുന്നു. അപ്പോൾ ആ ഗ്രൗണ്ട് നോക്കുന്ന ആൾക്ക് ഒരു പാരബോളായിട്ട് ഫീൽ ചെയ്യാം. നേരെ മറിച്ച് ആ പൈലറ്റ് ആ ബോക്സ് നോക്കും, പൈലറ്റിന് ഫീൽ ചെയ്യുക അത് സ്ട്രെയിറ്റ് ലൈനാണ് ഫീൽ ചെയ്യുക. കാരണം അത് പൈലറ്റ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ബോക്സും അതേ, കാരണം ഫ്ലൈറ്റിന് ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി ഉണ്ട് ആ ബോഡി ഡ്രോപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ വെലോസിറ്റി എന്ത് ചെയ്യും, അത് ഹൊറിസോണ്ടൽ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പ്ലെയിൻ നോക്കുന്ന ആൾക്ക് വെർട്ടിക്കലാണ് ഫീൽ ചെയ്യുക. നേരെ മറിച്ച് ഗ്രൗണ്ട് നോക്കുന്ന ആൾക്കത് ഒരു പാരബോളിക്കാണ് തോന്നുക. ടു ഡയമെൻഷണൽ മോഷൻ, ഒരേ സമയം ഫ്രണ്ടിലേക്കും താഴേക്കും വരുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം ഫ്രണ്ടിലേക്കും താഴേക്കും വരുന്നതുകൊണ്ട് അതൊരു പാരബോളിക് പാത്തായി തോന്നും. പക്ഷേ പൈലറ്റ് വ്യൂ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് ഒരേ ഒബ്ജക്റ്റിന് രണ്ട് രീതിയിൽ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ രണ്ട് ഒബ്സർവേഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഇത് ടു ഡയമെൻഷണൽ മോഷൻ ആണ്. വൺ ഡയമെൻഷണൽ മോഷൻ ആകുമ്പോൾ അത് പൈലറ്റ് വ്യൂ വൺ ഡയമെൻഷണൽ മോഷൻ ആയിട്ട് ഫീൽ ചെയ്യും, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ട്രാജക്ടറി വരിക. പക്ഷെ ഗ്രൗണ്ട് നോക്കുന്ന ഒരാൾക്ക് അത് ഒരു പാരബോളിക് ആയി തോന്നാൻ കാരണം ഒരേ സമയം ഫ്രണ്ടിലേക്കും അത് താഴേക്കും വരുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം ഫ്രണ്ടിലേക്കും താഴേക്കും വരുന്നതുകൊണ്ട് ഇറ്റ്സ് എ ടു ഡയമെൻഷണൽ മോഷൻ. അപ്പോൾ പ്രൊജക്ടൈൽ ഈസ് എ ടു ഡയമെൻഷൻ മോഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു ബോൾ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നു. ഹൊറിസോണ്ടൽ ഒരേ വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. കാരണം നമ്മളിവിടെ ഫ്രിക്ഷനോ എയർ റെസിസ്റ്റൻസോ ഒന്നും എടുക്കുന്നില്ല. ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി കൊടുത്തപ്പോൾ അതേ വെലോസിറ്റിയിൽ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നു. അപ്പോൾ ഹൊറിസോണ്ടൽ മൂവ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. ദർ ഇസ് നോ ആക്സലറേഷൻ അറ്റ് ആൾ. ഇനി അതേപോലെ ഒരു ഒബ്ജക്റ്റ് വെർട്ടിക്കലി മൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് അണ്ടർ ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് മുകളിലേക്ക് പോകുന്നതോറും വെലോസിറ്റി കുറഞ്ഞു വരും. പിന്നെ മുകളിൽ പോയി താഴെ വരുമ്പോൾ വെലോസിറ്റി കൂടി വരും. അപ്പോൾ ഇത് യൂണിഫോം ആക്സലറേറ്റഡ് മോഷനാണ്. അപ്പോൾ ഈ രണ്ട് മോഷനും കൂടി ക്ലബ് ചെയ്യുന്നതാണ് പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം പ്രൊജക്ടൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ എയർ റെസിസ്റ്റൻസ് എടുക്കുന്നില്ല. അപ്പോൾ ആ ഒരു കാരണത്താൽ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്ന യൂണിഫോം വെലോസിറ്റിയിലും വെർട്ടിക്കൽ മൂവ് ചെയ്യുന്ന അണ്ടർ ഗ്രാവിറ്റി ആയതുകൊണ്ട് യൂണിഫോം ആക്സലറേറ്റഡ് മോഷനുമാണ്. അപ്പോൾ അതിൽ നമുക്ക് വെലോസിറ്റി വെക്ടേഴ്സ് വരയ്ക്കും. ഇങ്ങനെ വരയ്ക്കാം. വെലോസിറ്റി വെക്ടേഴ്സ് യൂണിഫോം ആയതുകൊണ്ട് അതിന് ആ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ലെങ്ത് സെയിം ആയിരിക്കും. ദർ ഇസ് നോ ചേഞ്ച് ഫോർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി. വെലോസിറ്റിക്ക് ഹൊറിസോണ്ടൽ മൂവ് ചെയ്യുമ്പോൾ ഒരു മാറ്റവും ഉണ്ടാവില്ല. അതാണ് റെഡ് ആരോസ് ഒക്കെ ഒരേ ലെങ്ത്തിൽ വരയ്ക്കാൻ കാരണം. നമ്മളിവിടെ എയർ റെസിസ്റ്റൻസ് എടുക്കുന്നില്ല, ഫ്രിക്ഷൻ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ആ ഒരു കാരണത്താൽ ഏത് വെലോസിറ്റിയിലാണോ സ്റ്റാർട്ട് ചെയ്ത് അതേ വെലോസിറ്റിയിൽ എന്ത് ചെയ്യുന്നത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ, 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന വെലോസിറ്റിയിലാണോ ആ ബോൾ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ 10 വെലോസിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ വെർട്ടിക്കൽ നമ്മൾ എടുക്കുന്ന യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ ഹൊറിസോണ്ടൽ നമ്മൾ എടുത്തിരിക്കുന്നത് യൂണിഫോം വെലോസിറ്റി ആണ്. ഇനി നമ്മൾ വെർട്ടിക്കൽ മോഷൻ എടുക്കുക. വെർട്ടിക്കൽ മോഷൻ എടുക്കുമ്പോൾ മുകളിലേക്ക് പോകുന്തോറും അതിന്റെ വെലോസിറ്റി കുറഞ്ഞു വരും. അതാണ് ലെങ്ത് കുറഞ്ഞു വരുന്നത്. ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ വെലോസിറ്റി ഉണ്ടാവില്ല. ഇനി തിരിച്ചു വരുമ്പോൾ വെലോസിറ്റി കൂടി വരും. അപ്പോൾ ഏത് ഹൈറ്റിൽ നിന്നാണോ പോയത് അതേ ഹൈറ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ അതേ വെലോസിറ്റിയിൽ തിരിച്ചു വരും. അപ്പോൾ ഇത് യൂണിഫോം ആക്സലറേറ്റഡ് മോഷനാണ്. അപ്വേർഡ് മോഷൻ ആകുമ്പോൾ സ്പീഡ് കുറഞ്ഞു വരുന്നു, ഡൗൺവേർഡ് മോഷൻ ആകുമ്പോൾ സ്പീഡ് കൂടി വരുന്നു. ദാറ്റ് ഈസ് യൂണിഫോം ആക്സലറേഷൻ. ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്യണം നമ്മൾ പ്രൊജക്ടൈലിൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വെലോസിറ്റി വെക്ടേഴ്സ് നോക്കാം. ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് നമുക്കറിയാം പാരലോഗ്രാമിന്റെ രണ്ട് സൈഡ് രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ അതിന്റെ ഡയഗണൽ ആയിരിക്കും അതിന്റെ റിസൾട്ടന്റ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് അതിന് ആ പാരബോളിക് പാത്ത് വരാൻ കാരണം. നിങ്ങൾ ഓരോ കോമ്പണൻസ് എടുത്ത് ക്ലബ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം അതിന് ഡയഗണൽ. അപ്പോൾ ആ ഡയഗണൽസ് എല്ലാം കൂടി മാച്ച് ചെയ്ത് നമുക്ക് കിട്ടും ഒരു പാരബോളിക് പാത്ത്. അപ്പോൾ ഈ പാരബോളിക് വരാൻ കാരണം ഒരേ സമയം ഒബ്ജക്റ്റ് ഫ്രണ്ടിലേക്കും മുകളിലേക്കും താഴേക്കും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് അത് പാരബോളിക് പാത്തായിട്ട് ഫീൽ ചെയ്യാൻ കാരണം. അപ്പോൾ ആക്ച്വലി എന്താണ്, ഈ പാരബോളിക് പാത്തിന് രണ്ട് കോമ്പണൻസ് ആയിട്ട് തിരിക്കാം. വെർട്ടിക്കൽ കോമ്പണന്റ്, ഹൊറിസോണ്ടൽ കോമ്പണന്റ്. അതിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഹൊറിസോണ്ടൽ കോമ്പണന്റ്, അതായത് ആ റെഡ് ആരോ, ഇറ്റ്സ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ആൻഡ് ബ്ലൂ ആരോസ്, ദാറ്റ് ഈസ് യൂണിഫോം ആക്സലറേഷൻ ആണ്. അത് മുകളിലേക്ക് പോകുന്നതോറും കുറഞ്ഞു വരും, ഏറ്റവും ടോപ്പിൽ ഉണ്ടാവില്ല. താഴേക്ക് വരുന്നതോറും കൂടി വരും. പക്ഷെ റെഡ് ആരോ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ വെലോസിറ്റി, ഇറ്റ്സ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി ഓർ കോൺസ്റ്റന്റ് വെലോസിറ്റി. ദർ ഈസ് നോ ആക്സലറേഷൻ അറ്റ് ആൾ.
അപ്പോൾ ഇതാണ് പ്രൊജക്ടൈലിലെ കംപ്ലീറ്റ് പിക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ പ്രൊജക്ടൈലിലെ ആരോസ് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് നോക്കി അറിയാം രണ്ട് കോമ്പണൻസ് ആയി തിരിച്ചിട്ടുണ്ട്. രണ്ട് കോമ്പണൻസ് ആയി തിരിക്കാൻ കാരണം ആ ബോൾ മൂവ് ചെയ്യുന്ന ഒരേ സമയം മുകളിലേക്കും പോകുന്നുണ്ട്, ഫ്രണ്ടിലേക്കും വരുന്നുണ്ട്. ദെൻ ലാസ്റ്റ് ആകുമ്പോൾ താഴേക്കും ഫ്രണ്ടിലേക്കും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ട് കോമ്പണൻസ് ആയിട്ട് തിരിക്കാൻ കാരണം വെർട്ടിക്കൽ കോമ്പണന്റ് ആൻഡ് ഹൊറിസോണ്ടൽ കോമ്പണന്റ്. വെക്ടേഴ്സ് നമ്മൾ വെർട്ടിക്കൽ കോമ്പണന്റ് ഹൊറിസോണ്ടൽ കോമ്പണന്റ് തിരിക്കും നമ്മൾ അറിയാം യു എന്ന വെലോസിറ്റി ആണ് ഉള്ളത്. യു എന്ന വെലോസിറ്റി നമ്മൾ യു സൈൻ തീറ്റ എന്ന് നമ്മൾ കൊടുക്കും. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മുകളിലേക്ക് പോകുന്നവരും യു സൈൻ തീറ്റ കുറഞ്ഞു വരും. ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ യു സൈൻ തീറ്റ 0 ആണ്. അതുകൊണ്ട് അവിടെ യു സൈൻ തീറ്റ വരച്ചില്ല. തിരിച്ചു വരുമ്പോൾ യു സൈൻ തീറ്റ റിവേഴ്സ് ഡയറക്ഷൻ ആവും. ഏത് വെലോസിറ്റിയിലാണോ പോയത് അതേ വെലോസിറ്റിയിൽ തിരിച്ചു വരും. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, വെർട്ടിക്കൽ വെലോസിറ്റി ടോപ്പിൽ എത്തുമ്പോൾ 0 ആയിരിക്കും. കാരണം ഇവിടെ യു സൈൻ തീറ്റ ഉണ്ട്, ഇവിടെ കുറഞ്ഞു, ഇവിടെ വീണ്ടും കുറഞ്ഞു, ഇവിടെ എത്തുമ്പോൾ കുറഞ്ഞു, ഇവിടെ ഇല്ലാതായി, പിന്നെ ഇവിടെ റിവേഴ്സ് ഡയറക്ഷനിലേക്ക് നീന്തും. അപ്പോൾ ഇതാണ് വെർട്ടിക്കൽ കോമ്പണന്റ്. ഇപ്പോൾ യു സൈൻ തീറ്റ വെർട്ടിക്കൽ കോമ്പണന്റ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടോപ്പ് മോസ്റ്റ് പ്രൊജക്ടൈൽ ഏറ്റവും ടോപ്പ് ഹൈറ്റിൽ വെർട്ടിക്കൽ കോമ്പണന്റ് ഉണ്ടാവില്ല. കാരണം 0 ആണ്. അതുകൊണ്ട് ഗ്രാവിറ്റി താഴേക്കായതുകൊണ്ട് യു സൈൻ തീറ്റ കുറഞ്ഞു വരും, താഴേക്ക് വരുന്നവരും കൂടി വരും. ഇനി നമ്മൾ എടുക്കുന്ന ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആണ്. ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഈസ് യു കോസ് തീറ്റ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട, യു കോസ് തീറ്റ റിമെയിൻസ് സെയിം. ദർ ഇസ് നോ ചേഞ്ച് ഫോർ യു കോസ് തീറ്റ. കാരണം നമ്മൾ പറഞ്ഞു എയർ റെസിസ്റ്റൻസ് എടുക്കുന്നില്ല. ആ ഒരു കാരണങ്ങൾ കൊണ്ട് യു കോസ് തീറ്റ റിമെയിൻ സെയിം. അപ്പോൾ അതാണ് യു കോസ് തീറ്റ ലെങ്ത് എല്ലാവരും ഒരേപോലെ വരയ്ക്കാൻ കാരണം. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ബോഡി മുകളിൽ കയറിയാണ്. മുകളിൽ കയറിയാൽ ഏറ്റവും ടോപ്പ് ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ വാട്ട് ഇസ് എ വെലോസിറ്റി എന്ന് ചോദിച്ചാൽ നമുക്കറിയാം 0 എന്ന് പറയാം. നേരെ മറിച്ച് പ്രൊജക്ടൈലിന്റെ കേസിൽ when object reaches maximum height എന്ന് പറഞ്ഞാൽ അതിന്റെ വെലോസിറ്റി 0 അല്ല, ഇറ്റ് ഈസ് യു കോസ് തീറ്റയാണ്. കാരണം ഇവിടെ അതിന് വെലോസിറ്റി ഉണ്ട്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. വൺ ഡയമെൻഷൻ മോഷൻ ആണെങ്കിൽ ഒരു ഒബ്ജക്ട് മുകളിലേക്ക് എറിഞ്ഞു, ഏറ്റവും മുകളിൽ പോയി തിരിച്ചു വരികയാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ എത്തുമ്പോൾ അതിന് വെലോസിറ്റി 0 ആണ്. പക്ഷേ പ്രൊജക്ടൈലിന്റെ കേസിൽ when object is thrown at an angle theta, what is the velocity when it reaches maximum height എന്ന് ചോദിച്ചാൽ യു കോസ് തീറ്റയാണ്. കാരണം ഇവിടെ 0 അല്ല. വെർട്ടിക്കൽ കോമ്പണന്റ് ചോദിച്ചാൽ യു സൈൻ തീറ്റ 0 എന്ന് പറയാം. വെർട്ടിക്കൽ വെലോസിറ്റി 0 ആണ്, ഹൊറിസോണ്ടൽ വെലോസിറ്റി യു കോസ് തീറ്റയാണ്, ടോട്ടൽ വെലോസിറ്റി യു കോസ് തീറ്റയാണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ കോമ്പണന്റ് ഫോമിൽ റിസോൾവ് ചെയ്യാൻ കാരണം ഒരേ സമയം പ്രൊജക്ടൈൽ മുകളിലേക്കും പോകുന്നുണ്ട്, ഫ്രണ്ടിലേക്കും പോകുന്നുണ്ട്. ഇവിടെ ആകുമ്പോൾ ഒരേ സമയം ഫ്രണ്ടിലേക്കും പോകുന്നുണ്ട്, താഴേക്കും വരുന്നുണ്ട്. ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഇത് കോമ്പണന്റ് ഫോമിൽ തിരിക്കാൻ കാരണം. അപ്പോൾ യു സൈൻ തീറ്റ ഇതിന്റെ മുകളിലേക്ക് എടുക്കുന്നു, യു കോസ് തീറ്റ ഇതിന്റെ സൈഡിലേക്ക് എടുക്കുന്നു. ഇവിടെ ആകുമ്പോൾ യു സൈൻ തീറ്റ താഴേക്ക് എടുക്കുന്നു, യു കോസ് തീറ്റ അത് സൈഡിലേക്ക് എടുക്കുന്നു. അങ്ങനെയാണ് ഇത് പ്രൊജക്ടൈൽ എന്നൊരു പാത്ത് വരുന്നത്. പ്രൊജക്ടൈൽ ഇസ് 2 ഡയമെൻഷണൽ മോഷൻ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത് ഏതൊക്കെയാണ്, കോമ്പണൻസ് ഏതൊക്കെയാണ് ചോദിക്കാം, അല്ലെങ്കിൽ ഹൈറ്റിൽ എത്തുമ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റി എത്രയാണ്, ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയാണ്, അല്ലെങ്കിൽ വെലോസിറ്റി എത്ര എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഓർമ്മ വേണം. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആണ്. ഇതാണ് തീറ്റ. അപ്പോൾ ഇത് തീറ്റ ആകുമ്പോൾ കോസൈൻ കോമ്പണന്റ് തീറ്റയുടെ അവിടെ വരും. ദിസ് ഇസ് സൈൻ കോമ്പണന്റ്. അപ്പോൾ വെർട്ടിക്കൽ കോമ്പണന്റ് ആണ് സൈൻ. അപ്പോൾ സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് യൂണിഫോം ആക്സലറേഷൻ ആണ്, അതുകൊണ്ട് കുറഞ്ഞു വരുന്നത്. യു കോസ് തീറ്റ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന യൂണിഫോം വെലോസിറ്റി ആണ്, അതാണ് അത് കോൺസ്റ്റന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഡെറിവേഷന് വേണ്ടിയിട്ടുള്ള ഫിഗർ ആണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇനീഷ്യലി വരച്ചു, യു എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റി ആണ്, തീറ്റ എന്ന ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആണ്, യു കോസ് തീറ്റ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആണ്, യു സൈൻ തീറ്റ വെർട്ടിക്കൽ കോമ്പണന്റ് ആണ്. ഇതാണ് വെർട്ടിക്കൽ ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് h ആണ്. റേഞ്ച് എത്ര ദൂരമാണ് പ്രൊജക്റ്റഡ് പോയിരിക്കുന്നത്, ദാറ്റ് ഇസ് റേഞ്ച്. ക്ലിയർ. Ax = 0 എന്ന് പറയാൻ കാരണം എലോങ് എക്സ് ആക്സിൽ യൂണിഫോം വെലോസിറ്റി ആണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ആക്സിൽ അതിന് എന്തില്ല, അതിന് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ദർ ഇസ് നോ ആക്സലറേഷൻ അറ്റ് ആൾ. ദാറ്റ് ഈസ് = 0 കൊടുക്കാൻ കാരണം. ay - g കൊടുക്കാൻ കാരണം ഇറ്റ്സ് അണ്ടർ ഗ്രാവിറ്റി, ഫ്രീ ഫാൾ ആണ്. അപ്പോൾ അതാണ് -g എന്ന് കൊടുക്കാൻ കാരണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർമ്മ വേണം. Ax = 0 and ay = -g, because in horizontal it is moving with constant velocity and vertical it is moving with uniform acceleration. അപ്പോൾ ഇതിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ നമുക്കറിയാം. നമുക്ക് 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് പഠിച്ചിരിക്കുന്നത് 1 ഡയമെൻഷൻ മോഷനിൽ. പക്ഷെ ഇവിടെ 2 ഡയമെൻഷൻ മോഷൻ ആകുമ്പോൾ നമുക്ക് 2 ഡയമെൻഷൻ മോഷൻ വേറൊരു ഇക്വേഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്, v = u + at എന്ന ഇക്വേഷന് vx = ux + axt + vy = uy + ayt എന്ന ഇക്വേഷൻ എടുക്കും. അതായത് എക്സിൽ ഒരു ഇക്വേഷൻ, വൈനൊരു ഇക്വേഷൻ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ കൂടി ക്ലബ് ചെയ്യുമ്പോൾ 2 ഡയമെൻഷനായി. എക്സ് എലോങ് 1 ഡയമെൻഷൻ, വൈ എലോങ് 1 ഡയമെൻഷൻ. അപ്പോൾ രണ്ടായിട്ട് എടുക്കുമ്പോൾ എന്തായി, 2 ഡയമെൻഷണൽ ഇക്വേഷൻ പോലെയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ ഇക്വേഷൻ നമ്മൾ എടുക്കുന്നു. s = ut + ½ at²നെ sx = uxt + ½ axt², അതേപോലെ sy = uyt + ½ ayt². സിമിലർ മാനർ vx² = ux² + 2ax sx, vy² = uy² + 2ay sy. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇതിങ്ങനെ ചെയ്യാൻ കാരണം നമ്മൾ ഈ പ്രൊജക്ടൈൽ മോഷൻ 2 ഡയമെൻഷൻ മോഷൻ ആണെങ്കിൽ തന്നെ നമ്മൾ 2 1 ഡയമെൻഷൻ മോഷൻ ആയിട്ട് ക്ലബ് ചെയ്ത ബോൾ പറയുമ്പോൾ ഒന്ന് ഹൊറിസോണ്ടൽ, ഒന്ന് വെർട്ടിക്കൽ. ഹൊറിസോണ്ടൽ മൂവ് ചെയ്യുന്ന യൂണിഫോം വെലോസിറ്റി ആണ്, വെർട്ടിക്കൽ മൂവ് ചെയ്യുന്നത് യൂണിഫോം ആക്സലറേഷൻ ആണ്. അപ്പോൾ ഈ രണ്ട് 1 ഡയമെൻഷൻസിനെ നമ്മൾ ക്ലബ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ 1 ഡയമെൻഷൻസ് ഇക്വേഷൻസ് എക്സിൽ വേറെ എടുത്തു, വൈയിൽ വേറെ എടുത്തു. ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 2 ഡയമെൻഷനിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് പോകുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഡെറിവേഷനിലേക്ക് പോകാം. അപ്പോൾ അതിനാവശ്യമുള്ള ഫിഗറാണ് എടുത്തത്.
അപ്പോൾ ഫിഗറിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് അതിലെ ടേംസ് ഓരോന്ന് അറിയണം. എന്താണ് വി എക്സ്, എന്താണ് യു എക്സ്, എന്താണ് എസ് വൈ എന്ന കാര്യങ്ങൾ അറിയണം. അപ്പോൾ അത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എടുത്തെഴുതാം. സോ യു എക്സ് ഇസ് ഇക്വൽ ടു യു കോസ് തീറ്റ. കാരണം നമുക്കറിയാം യു എക്സ് അതായത് velocity, initial velocity along x-axis, that is horizontal initial velocity, that is u cos theta. Similarly, uy എന്ന് പറയുന്നത് u sin theta, കാരണം vertical velocity along y എന്ന് പറയുന്നത് initial velocity u sin theta ആണ്. sx എന്ന് പറയുന്നത് along x എന്ന് പറയുന്നത് r ആണ്. sy equal to 0 ആണ്, കാരണം നമുക്കറിയാം ഇവിടെ തുടങ്ങി y തുടങ്ങി മുകളിൽ പോയി പിന്നെ താഴെ തിരിച്ചു വന്നു. അപ്പോൾ y ഡിസ്പ്ലേസ്മെന്റ് ഇല്ല ആക്ച്വലി, കാരണം ഇവിടെ വരെ എത്തി നമുക്ക് എച്ച് ഉണ്ടെന്ന് പറയാം, തിരിച്ചു വന്നല്ലോ, അപ്പോൾ എന്തില്ല, വൈ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. അതാണ് sy is equal to 0 എന്ന് കൊടുക്കാൻ കാരണം. ax is equal to 0 and ay equal to minus g. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് എക്സിൽ യൂണിഫോം വെലോസിറ്റി ആണ്, ദർ ഇസ് നോ ആക്സലറേഷൻ അറ്റ്, അതുകൊണ്ട് ax 0 ആയത്. ay മൈനസ് ജി ആവാൻ കാരണം വെർട്ടിക്കൽ മോഷൻ എന്ന് പറയുന്ന യൂണിഫോം ആക്സലറേഷൻ ആണ്, അതുകൊണ്ട് അത് മൈനസ് ജി ആയി. ഇത്രയും ടേംസ് നമുക്കറിയാം. ഇത് വെച്ച് നമ്മൾ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ടൈം ഓഫ് ഫ്ലൈറ്റ്, ദറ്റ് ഇസ് ക്യാപിറ്റൽ ടി. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് മൊത്തം പ്രൊജക്ടൈൽ എടുക്കുന്ന സമയമാണ്. ഇറ്റ് ഈസ് ദ time taken by the projectile to return to the same horizontal level as the point of projection. For the time t, the vertical displacement of the body becomes 0. അതായത് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഏത് ഹൈറ്റിനാണോ അത് പ്രൊജക്ട് ചെയ്ത് അതേ ഹൈറ്റിലേക്ക് തിരിച്ചു വരാൻ എടുക്കുന്ന ടൈമിനാണ് ടൈം ഓഫ് പ്രൊജക്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ക്യാപിറ്റൽ ടി ആണ്. അപ്പോൾ ക്യാപിറ്റൽ ടി നമുക്കറിയാം, പ്രൊജക്ടൈൽ വെർട്ടിക്കൽ മോഷൻ എടുക്കുമ്പോൾ വെർട്ടിക്കൽ മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞു. അതാണ് ഈ ലാസ്റ്റ് സെന്റൻസ്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബോഡി ബിക്കം 0. കാരണം ഏത് ഹൈറ്റിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത് അതേ ഹൈറ്റിലേക്ക് തിരിച്ചെത്താനുള്ള സമയം. അപ്പം നമുക്ക് ഈ എസ് വൈ ഇസിക്കൽ യു വൈ ടി പ്ലസ് എ വൈ ടി സ്ക്വയർ എടുക്കാൻ കാരണം നമുക്ക് ടി ആണ് വേണ്ടത്. അപ്പോൾ ടി ആ ഇക്വേഷനിൽ വേണം. അപ്പോൾ വി ഇക്വൽ യു പ്ലസ് എ ടിയും എസ് ഇസിക്കൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ടി ഉള്ളത്. അപ്പോൾ ആ രണ്ട് ഇക്വേഷനിൽ ഇതന്നെ ഉപയോഗിക്കാൻ കാരണം നമുക്കറിയാം വി ഇക്വൽ യു പ്ലസ് എ ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ വെലോസിറ്റി വിനെ കുറിച്ച് നമുക്ക് അറിയില്ല. നേരെ മറിച്ച് എസ് വൈ നമുക്കറിയാം, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് അലോങ് വൈ എന്ന് പറയുന്നത് 0 ആണ്. ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് എസ് വൈ എന്ന് എടുക്കാൻ കാരണം. വി സ്ക്വയർ ഇസ്ക്വൽ യു സ്ക്വയർ പ്ലസ് 2s എടുക്കാത്തതിന് കാരണം അവിടെ ടി ഇല്ല, നമുക്ക് ആവശ്യം ടി ആണ്. അപ്പോൾ ടി ഉള്ള രണ്ട് ഇക്വേഷൻ ഏതൊക്കെയാ, വി ഇക്വൽ യു പ്ലസ് എ ടിയും എസ് ഇസ്ക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. വി ഇക്വൽ യു പ്ലസ് എ ടി എടുക്കാത്തതിന് കാരണം നമുക്ക് വിനെ കുറിച്ച് ധാരണ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് എസ് വൈ ഇസ്ക്വൽ യു വൈ ടി പ്ലസ് ഹാഫ് എ വൈ ടി സ്ക്വയർ എടുക്കാൻ കാരണം. സോ യു വൈ നമുക്കറിയാം യു സൈൻ തീറ്റയാണ്, എസ് വൈ അറിയാം 0 ആണ്, എ വൈ എന്ന് പറയുന്നത് മൈനസ് ജി ആണ്, ടി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എസ് വൈ ഇസ്ക്വൽ 0 യു സൈൻ തീറ്റ ടി പ്ലസ് ഹാഫ് മൈനസ് ജി ടി സ്ക്വയർ. സോ ഇക്വേഷൻ ബിക്കം ഹാഫ് ജി ടി സ്ക്വയർ ഇസ്ക്വൽ യു സൈൻ തീറ്റ ടി. ടി ക്യാൻസൽ ആവുമ്പോൾ ഇറ്റ് ബിക്കം ഹാഫ് ജി ടി ഇക്വൽ യു സൈൻ തീറ്റ. സോ ടി ഇസ് ഇക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി. സോ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് 2u സൈൻ തീറ്റ ബൈ ജി ആണ്. u is initial velocity, theta means angle of projection ആണ്. അപ്പോൾ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, മേക്കിംഗ് ആംഗിൾ വിത്ത് ഹൊറിസോണ്ടൽ ആണ്, വെർട്ടിക്കൽ അല്ല. ചില പ്രോബ്ലം അങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പോൾ 90 മൈനസ് തീറ്റ എടുക്കണം. ഇത് തീറ്റ എന്ന് പറയുന്നത് തീറ്റ മേക്കിംഗ് വിത്ത് ഹൊറിസോണ്ടൽ ആണ്. സോ ടി ഈക്വൽ ടു യു സൈൻ തീറ്റ ബൈ ജി. സോ ദിസ് ഇസ് എക്സ്പ്രഷൻ ഫോർ ഫൈൻഡിങ് ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ where u is initial velocity and theta is angle of projection, g is acceleration to gravity, should be 9.8. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് ഇക്വേഷൻ ആയി കഴിഞ്ഞു. നെക്സ്റ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, ദാറ്റ് ഇസ് ആർ. It is the horizontal distance covered by the projectile in the period t. അപ്പോൾ ടി എന്ന സമയം കൊണ്ട് എത്ര ദൂരം അകലെയാണ് ഈ പ്രൊജക്ടൈൽ പോകുന്നത്, റേഞ്ച് എത്ര ദൂരത്തിലേക്ക് അത് എത്തും എന്നാണ് റേഞ്ച് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന എക്സ് ഇസിക്കൽ യു എക്സ് ടി പ്ലസ് ഹാഫ് എ എക്സ് ടി സ്ക്വയർ എടുക്കുന്നു. കാരണം റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എലോങ് ഡിസ്പ്ലേസ്മെന്റിലെ എക്സ് ആക്സിസ് ആണ് വേണ്ടത്. അപ്പോൾ എസ് വേണം അവിടെ നിർബന്ധമായിട്ട്. അപ്പോൾ എസ് ഉള്ള ഇക്വേഷൻ രണ്ട് ഇക്വേഷനാണ്, വി സ്ക്വയർ ഇസിക്കൽ യു സ്ക്വയർ പ്ലസ് 2as-ഉം എസ് ഇസിക്കൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറും. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ വിനെ കുറിച്ച് നമുക്ക് ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഈ ഇക്വേഷൻ എസ് എക്സ് ഇസിക്കൽ ടു യു എക്സ് ടി പ്ലസ് ഹാഫ് എ എക്സ് ടി സ്ക്വയർ. ഇനി ഇതിലെ ഓരോ ടേം നമുക്ക് കാണാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ യു എക്സ് എന്ന് പറയുന്നത് യു കോസ് തീറ്റയാണ്, എസ് എക്സ് എന്ന് പറയുന്നത് 6 ആണ്, എ എക്സ് എന്ന് പറയുന്നത് 0 ആണ്, ദാറ്റ് ഇസ് ടി എന്ന് പറഞ്ഞാൽ 2u സൈൻ തീറ്റ ബൈ ജി. ലാസ്റ്റ് പ്രോബ്ലത്തിൽ നമുക്ക് കിട്ടിയ ടി ഈക്വൽ 2u സൈൻ തീറ്റ ബൈ ജി. അപ്പോൾ ഈ ടേംസ് ഒക്കെ ഇവിടെ എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ആർ ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ടി, കാരണം എ എക്സ് 0 ആയതുകൊണ്ട് ആ ടേം മൊത്തം 0 ആയി. ഇനി ടിക്ക് 2u സൈൻ തീറ്റ ബൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ആർ ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു 2u സൈൻ തീറ്റ ബൈ ജി. സോ ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ 2 കോസ് തീറ്റ സൈൻ തീറ്റ ബൈ ജി. നമുക്കറിയാം 2 കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ 2 തീറ്റയാണ്. സോ സൈൻ 2 തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആർ ഈക്വൽ യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. സോ ദിസ് എക്സ്പ്രഷൻ ഫോർ റേഞ്ച്. അപ്പോൾ ആർ എന്ന് പറയുന്നത് റേഞ്ച് ആണ്, യു ഫോർ ഇനീഷ്യൽ വെലോസിറ്റി, തീറ്റ ഫോർ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ മേക്ക് വിത്ത് ഹൊറിസോണ്ടൽ, ആൻഡ് ജി ഈസ് ഗ്രാവിറ്റി, ആക്സിലേഷൻ ടു ഗ്രാവിറ്റി.
അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ ആർ ഈക്വൾ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചുകൊണ്ട് ആ ഇക്വേഷനാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതേപോലെ തന്നെ ആ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി 2 സൈൻ തീറ്റ കോസ് തീറ്റ ഈക്വൾ ടു സൈൻ 2 തീറ്റ ആ ഒരു ഐഡന്റിറ്റി അറിഞ്ഞാൽ മാത്രമാണ് ആർ ഈക്വൾ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജിയിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. സോ നെക്സ്റ്റ് വൺ മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊജക്റ്റൈൽ ചെയ്യുമ്പോൾ ഏറ്റവും ഹൈറ്റിൽ എത്ര ദൂരം അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. ദറ്റ് ഈസ് മാക്സിമം ഹൈറ്റ് ഈസ് ദ വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് ദ ഹയസ്റ്റ് പോയിന്റ് അറ്റൈൻഡ് ബൈ ദ പ്രൊജക്റ്റൈൽ. ഒരു പ്രൊജക്റ്റൈൽ എറിയുമ്പോൾ ആ പ്രൊജക്റ്റൈൽ എത്തുന്ന ഏറ്റവും മാക്സിമം ഹൈറ്റ് ആണ്. അപ്പോൾ ഈ ഡെറിവേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കിത് കംപ്ലീറ്റ് പ്രൊജക്റ്റിൽ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് വേണ്ടത് കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് കിട്ടില്ല. അപ്പോൾ നമുക്ക് എടുക്കുന്നത് when an object projected with an angle theta when it reaches maximum height അവിടെ നിൽക്കുകയാണ്, ആ സമയത്താണ് നമ്മൾ ഡെറിവേഷൻ എടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കംപ്ലീറ്റ് പ്രൊജക്റ്റിൽ എടുക്കുന്നില്ല, നമുക്ക് വേണ്ടത് എച്ച് ആണ്. അപ്പോൾ എച്ച് എടുക്കാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യാണ് പ്രൊജക്റ്റഡ് വിത്ത് ആംഗിൾ തീറ്റ when it reaches maximum ഹൈറ്റിൽ എത്തി നിൽക്കുന്ന ആ സമയത്ത് നമുക്കറിയാം വി വൈ ഈക്വൽ ടു 0 ആണ്, യു വൈ ഈക്വൽ ടു യു സൈൻ തീറ്റ, എസ് വൈ ഇസ് ഈക്വൽ ടു എച്ച് ആണ്, ആൻഡ് എ വൈ ഈക്വൽ ടു മൈനസ് ഡി. എങ്ങനെയാ വി വൈ, ഇതുവരെ നമ്മൾ വിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ ഈ സമയത്ത് നമുക്കറിയാം വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് യു സൈൻ തീറ്റയാണ്. യു സൈൻ തീറ്റ മുകളിലേക്ക് പോകുന്തോറും കുറഞ്ഞു വരും. ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ യു സൈൻ തീറ്റ ഇല്ല. അതുകൊണ്ടാണ് വി വൈ 0 എന്ന് പറയാൻ കാരണം. പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രൊജക്റ്റൈലിന് ടോപ്പിലെത്തുമ്പോൾ വെലോസിറ്റി ഉണ്ട്, അത് യു കോസ് തീറ്റയാണ്, ഹൊറിസോണ്ടൽ വെലോസിറ്റിയാണ്. വെർട്ടിക്കൽ വെലോസിറ്റി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, 0 ആവുന്നത്. വെർട്ടിക്കൽ വെലോസിറ്റി 0 ആവുന്നതുകൊണ്ടാണ് ആ ഹൈറ്റിൽ എത്തി തിരിച്ചു വരാൻ കാരണം. അപ്പോൾ വി വൈ ആണ് എന്ത് 0, യു വൈ യു സൈൻ തീറ്റ, എസ് വൈ ഇക്വൽ ടു എച്ച് ആൻഡ് എ വൈ ഇക്വൽ ടു മൈനസ് ജി. അപ്പോൾ എസ് വൈ എച്ച് എടുക്കാൻ കാരണം ഇവിടെ കംപ്ലീറ്റ് പ്രൊജക്റ്റ് എടുത്തില്ല, ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ എത്തി നിൽക്കുന്നത് ഈ സമയത്താണ്. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആണ്, നേരെ മറിച്ച് തുടങ്ങി തിരിച്ചു വന്ന ഹൈറ്റ് ഇല്ല. അപ്പോൾ ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഡെറിവേഷൻ ഇങ്ങനെ എടുക്കാൻ കാരണം. അപ്പോൾ വിയും എസും ഉണ്ടെങ്കിൽ നമുക്കറിയാം വി സ്ക്വയർ ഇസ് യു സ്ക്വയർ പ്ലസ് 2as എന്ന ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. വൈ എടുക്കാൻ കാരണം നമുക്ക് വൈ എച്ച് ആണ് കാണേണ്ടത്, അതുകൊണ്ട് വൈ കോമ്പണന്റ് എടുക്കാൻ കാരണം. അപ്പോൾ 0 is equal to u sin theta square plus 2 minus gh. So 2gh is equal to u square sin square theta. So h is equal to u square sin square theta by 2g. അപ്പോൾ ലാസ്റ്റ് പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എക്സ് ഉണ്ട് വൈ ഉണ്ട്. അപ്പോൾ ഏതാണോ എടുക്കേണ്ട കറക്റ്റ് നോക്കിയെടുക്കണം. കാരണം എസ് വൈ ആണ്ട് എച്ച് ആണ്, അതേപോലെ എസ് എക്സ് ആകുമ്പോൾ ആറ് വേണമെങ്കിൽ എസ് എക്സ്, അത് അങ്ങനെ കമ്പയർ ചെയ്തിട്ടാണ് ഇക്വേഷൻ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ മാക്സിമം ഹൈറ്റും കിട്ടിക്കഴിഞ്ഞു, റേഞ്ചും കിട്ടിക്കഴിഞ്ഞു, ടൈം ഓഫ് ഫ്ലൈറ്റും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യാം. ടി ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി, ടൈം ഓഫ് ഫ്ലൈറ്റ് ആർ ഈക്വൽ യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആൻഡ് എച്ച് ഇസ് ഈക്വൽ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് മാക്സിമം ആവുന്ന തീറ്റ എന്താണോ 90 ആവണം. കാരണം നമുക്കറിയാം സൈൻ 90 ആണ് 1 മാക്സിമം. സോ തീറ്റ 90 ആകുമ്പോൾ ടൈം പീരീഡ് മാക്സിമം, അതായത് ഒരു കല്ല് ഏറ്റവും മുകളിലേക്ക് എറിയുമ്പോഴാണ് ഇതാവുക, അല്ല സൈഡിലേക്ക് എറിഞ്ഞാൽ കാളും സമയം എടുക്കുക. ഒരു കല്ല് മേലേക്ക് എറിയുമ്പോൾ ഡയറക്റ്റ് മുകളിലേക്ക് എറിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, മാക്സിമം ടൈം ഓഫ് ഫ്ലൈറ്റ് എടുക്കുക. അപ്പോൾ തീറ്റ 90 ആകുമ്പോഴാണ് മാക്സിമം ടൈം കിട്ടുക. റേഞ്ച് മാക്സിമം ഒരുപാട് ദൂരെ പോകണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി 2 തീറ്റ 90 ആവണം, ദാറ്റ് ഇസ് തീറ്റ 45. അതുകൊണ്ടാണ് ഒരു 45 ഡിഗ്രി ആംഗിൾ എറിയുകയാണെങ്കിൽ കൂടുതൽ ദൂരം പോകും. ഈവൻ ഈ ഡിസ്കസ് ത്രോ ഷോർട്ട് പുട്ട് ഒക്കെ എറിയുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. 45 ഡിഗ്രി ആംഗിൾ എടുത്ത് എറിയുകയാണെങ്കിൽ മാക്സിമം റേഞ്ച് എന്ത് ചെയ്യും, കിട്ടും. ഇനി മാക്സിമം ഹൈറ്റ് ആണ് വേണ്ടെങ്കിൽ തീറ്റ 90 ആണ്. അപ്പോൾ തീറ്റ 90യും അയക്കാൻ ടൈം ഓഫ് ഫ്ലൈറ്റും മാക്സിമം ഹൈറ്റും മാക്സിമം. തീറ്റ 45 ആണെങ്കിൽ റേഞ്ച് ആണ് എന്ത് ചെയ്യുക, മാക്സിമം ആവുക. അല്ല തീറ്റ നമുക്ക് ഇനീഷ്യൽ ലാസ്റ്റ് ഉണ്ട് 41.2 ഇനീഷ്യൽ ലാസ്റ്റ് ഉണ്ട്. തീറ്റ നമുക്കൊരു കാര്യം ചെയ്യാം, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ കുറയ്ക്കാം. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ കുറയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ, കൂട്ടി വരുന്നതുകൊണ്ട് കണ്ടോ ആ റേഞ്ച് കൂടി വരികയാണ്. ആംഗിൾ കൂട്ടി വരുന്നതോറും റേഞ്ച് കൂടി വരികയാണ്. അതായത് നമ്മൾ 45 എത്തുന്നവരെ കൂടി വരും. 44 എത്തി, 45 കണ്ടോ, ഇപ്പോൾ അത് മാക്സിമം റേഞ്ച്. ഇനിയും തീറ്റ കൂട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത് ഇനിയും തീറ്റ നമ്മൾ 46 കാണാം, കൂട്ടുമ്പോൾ റേഞ്ച് കുറയാണ് കണ്ടോ. അപ്പോൾ തീറ്റ കൂട്ടുന്തോറും റേഞ്ച് ഇങ്ങനെ കൂടി 45 മാക്സിമം റേഞ്ച് കിട്ടി, വീണ്ടും തീറ്റ കൂട്ടുമ്പോൾ എന്തെങ്കിലും കുറയാണ് കണ്ടോ, 45 മാക്സിമം ആണ്. പിന്നെ നമ്മൾ ഇനീഷ്യൽ ലാസ്റ്റ് മാറ്റിയ പ്രൊജക്റ്റിൽ മാറിക്കൊണ്ടിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, തീറ്റ മാറ്റുമ്പോൾ ഇനീഷ്യൽ ലാസ്റ്റ് മാറ്റി സ്വാഭാവികമായിട്ട് റേഞ്ച് മാറും, നമ്മൾ എറിയുന്ന സ്പീഡ് കൂടിയേ മാറും. പക്ഷേ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ കണ്ടോ, നമ്മൾ 45 ആക്കി കഴിഞ്ഞാൽ 45 ഒരു 35.9 ഇനീഷ്യൽ ലാസ്റ്റ് ആക്കി 45 ആക്കുമ്പോൾ വീണ്ടും കൂട്ടുമ്പോൾ എന്താണ്, റേഞ്ച് കുറയേ ചെയ്യുന്നത്. അപ്പോൾ ആംഗിൾ അതാണ്, ആംഗിൾ 45 ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം റേഞ്ച് കിട്ടുക. വീണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റേഞ്ച് എന്ത് ചെയ്യും, കുറഞ്ഞു വരും. പിന്നെ ഇനീഷ്യൽ വെലോസിറ്റി മാറ്റണമെങ്കിൽ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിക്കൊണ്ടിരിക്കാം. So hope these concepts are very clear to you. If you have any doubts, feel free ask through comments. Thank you for watching. Thank you.